പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുന്നലൈക്കും. നമ്മളിപ്പോ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ സൂറത്തുൽ ഇഖ്ലാസിന്റെ ചെറിയ വിശദീകരണമാണ് നൽകിയത്. ഇന്ന് മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എൻ്റെ ഗുരു തന്നെയാണ്, ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാന്യനായ വ്യക്തി. അദ്ദേഹം സൂറത്തുൽ ആദിയാത്തിന്റെ ആദ്യത്തെ കുറച്ച് വചനങ്ങളൊന്ന് വിശദീകരിച്ച് തരുമോ, അതിന്റെ വൈജ്ഞാനികമായ തലം ഒന്ന് വിശദീകരിച്ച് തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ 2 ദിവസം കൊണ്ട് പറയാം എന്നാണ് ഇപ്പൊ മറുപടി പറഞ്ഞത്. പക്ഷെ സമയക്കുറവ് കാരണം ഒരുപാട് വൈകി. ഒരുപാട് രണ്ടാഴ്ചയിലധികമായി. ഇപ്പോൾ വേറെയും കുറച്ച് സംശയങ്ങളുണ്ട്. ഇന്നിപ്പോ ഈ സൂറത്തുൽ ആദിയാത്തിന്റെ ആദ്യത്തെ കുറച്ച് വചനങ്ങൾ അദ്ദേഹം ചോദിച്ചതൊന്ന് അതിന്റെ വൈജ്ഞാനികമായ തലം ഒന്ന് വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ വായനയിൽ നമുക്കിപ്പോ ഈ അധ്യായത്തിന്റെ സൂറത്തുൽ ആദിയാത്തിന്റെ നമ്മൾ മുമ്പ് പഠിച്ച നമ്മുടെ വ്യാഖ്യാനവും വിശദീകരണവും നമുക്കറിയാം. അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും എന്ന് പറയുന്നത് കിതച്ചോടുന്ന, അതുപോലെ തന്നെ കുളമ്പടി അടിച്ച് അതിന്റെ വേഗത കാരണം തീപ്പൊരി പായിച്ചുകൊണ്ടിരിക്കുന്ന, അതിരാവിലെ എഴുന്നേറ്റ് ശത്രുക്കളെ ആക്രമിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന, ശത്രു സൈന്യത്തിന്റെ മധ്യത്തിലെത്തി അത് യജമാനന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെ കുറിച്ചാണ് നമ്മൾ അത് പഠിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അതിന്റെ വിശദീകരണവും അതിന്റെ വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ സഹോദരങ്ങൾക്കറിയാം, നമ്മുടെ ഈ വായനയിൽ ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുരങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്വഭാവങ്ങളെയാണ് അത് കിറുത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അല്ലാതെ കുരങ്ങ് എന്ന് പറയുന്ന ജീവിയെ ആക്ഷേപിക്കാനല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നായ എന്ന് പറയുമ്പോൾ, ഉറുമ്പ് എന്ന് പറയുമ്പോൾ, നഹല് തേനീച്ച എന്ന് പറയുമ്പോൾ, തേനീച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്വഭാവമാണ്, നമ്മുടെ ചിന്തകളാണ്. ജ്ഞാനങ്ങളെ കണ്ടെത്തി ശേഖരിച്ച് അതിനെ ശുദ്ധീകരിച്ച് മറ്റുള്ളവർക്ക് നൽകാനുള്ള മനുഷ്യന്റെ സ്വഭാവത്തെയാണ് നഹല് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ്. ഇതുപോലെ തന്നെയാണ് ആദിയാത്ത് എന്നുള്ളത് കുതിരകളെ കുറിച്ചല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുതിരകളല്ല. മുസ്ഹഫില് ഒരു സ്ഥലത്തും ഒരു മൃഗത്തെയും സൂചിപ്പിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലായ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആത്യന്തികമായി അവസാനത്തെ അറിവാണ്, ഇതിനപ്പുറത്തൊരു അറിവില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇത് ശരിയല്ല, കുതിരകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണെങ്കിൽ അത് സ്വീകരിക്കാലോ. നമ്മളിവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല. എനിക്ക് മനസ്സിലായ മുസ്ഹഫിലെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ആശയം എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായത്, ആദിയാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സുലൂക്കാണ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ അഫ്കാറുകളാണ്, നമ്മുടെ ചിന്തകളാണ്. എങ്ങനത്തെ സുലൂക്കുകൾ, എങ്ങനത്തെ മനസ്സ്, എങ്ങനത്തെ മനസ്സിന്റെ സ്വഭാവമാണത്? അത് തഹൂലു, അത് അതിൻ്റെ ഹദ്ദ് വിട്ടുകടന്നു പോവുകയാണ്. അതിര് പറമ്പുകൾ വിട്ടുകടന്ന് പോകുന്ന മനുഷ്യന്റെ സ്വഭാവങ്ങളുണ്ട്. മാനവികതക്കും മനുഷ്യത്വത്തിനും നിരക്കാത്ത പൈശാചികതയിലേക്ക് വിട്ടുകിടക്കുന്ന മനുഷ്യന്റെ സുലൂക്കുകളാണ്, അവന്റെ അഫ്കാറുകളാണ്, അവന്റെ നഫ്സിന്റെ സ്വഭാവങ്ങളാണ് അത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
അതാണല്ലോ ഖുർആൻ തന്നെ പറഞ്ഞത്, ഫമനിബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ആദൂൻ ആദൂൻ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗവും, ആദിയാത്ത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ വൽ ആദിയാത്തി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സുലൂക്ക്, ഓരോ മനുഷ്യന്റെയും ഹദ്, അതിർവരമ്പുകളെ വിട്ടുകടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ചിന്തകളെയും സ്വഭാവങ്ങളെയും ആണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. അങ്ങനെ അവനെ വിട്ടുകടക്കുമ്പോൾ അത് ലബുഹൻ, അവനിൽ എന്തുണ്ടാക്കും? ലബുഹ ഉണ്ടാക്കും. അതാണ് ഫൽ ആദിയാത്തി ലബുഹൻ എന്ന് പറയുന്നത്. അവന് നാശം, തലാശ, അവനിൽ നാശമുണ്ടാക്കും. അവന് ജ്ഞാനത്തിന്റെ വെളിച്ചം അവന് ലഭിക്കൂല എന്നർത്ഥം. അതാണ് വൽ ആദിയാത്തി, അവന് ഇരുട്ടാണ് ലഭിക്കും. അതാണ് വൽ ആദിയാത്തി ലബുഹൻ എന്ന് പറയുന്നത്. കൂരിരുട്ടിൽ കിതച്ചോടുന്ന കുതിരകളെ കുറിച്ച് അല്ല അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹദ്ദുകൾ, അതിർവരമ്പുകളെ വിട്ടുകിടക്കുന്ന മനുഷ്യന്റെ മനസ്സുകളാണ് അവർ. അത് നാശമാണ് വിതക്കുന്നത് അവനിലും സമൂഹത്തിലും എന്നാണ്. അതാണ് വൽ ആദിയാത്തി ലബുഹൻ എന്ന് പറഞ്ഞാൽ. ഫൽ മൂരിയാത്തി ഖദ്ഹൻ എന്നുള്ളതാണ് പിന്നീട്. തീപ്പൊരി പായിച്ചുകൊണ്ടിരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്നല്ല. മൂരിയാത്ത് എന്ന് പറയുന്നത്, വറ എന്ന് പറയുന്നത്, എത്തവാറ എന്ന് പറയുന്നത്, റുഇയത്ത് എന്ന് പറയുന്നത്, ഇതൊക്കെ അതിൽ നിന്നുണ്ട്. യുവാരി എന്ന് പറയുന്നത് അതൊക്കെ റുഇയ മഅരിഫിയാണ്. ബഅദ ഇൽമാമിൻ, അതാണ് അൽമൂരിയാത്ത്. അപ്പോ നമുക്ക് ഒരു വൈജ്ഞാനികമായ റുഇയത്ത് ഉണ്ടാക്കി തരുന്നതാണ് ഫൽമൂരിയാത്ത്. അത് നേരെ ആദിയാത്തിന്റെ വിപരീതമായ ആശയമാണ് നമ്മുടെ മനസ്സിന്റെ തന്നെ, നമ്മുടെ സുലൂക്കിന്റെ തന്നെ, നമ്മുടെ ചിന്തകളുടെ തന്നെ. അത് നമുക്ക് തുനീറു, അതാണ് കഥഹൻ, അത് തീപ്പൊരി. നമുക്ക് അത് ആ തീ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതാണ് ഫൽ മൂരിയാത്തി കഥഹൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തീപ്പൊരികൾ ഉണ്ടാകുകയാണ്. ആ തീപ്പൊരികള് നമുക്ക് റുഇയ മഅരിഫിയ, വൈജ്ഞാനികമായ ഒരു കാഴ്ചപ്പാടുകൾ ഓരോ മനുഷ്യനും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവന്റെ മനസ്സുകൾക്ക്, അവന്റെ ചിന്തകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ തുനീറു തുർക്കത്ത് ഹിദായത്തിന്റെ വഴി അവനിൽ പ്രകാശിപ്പിക്കുകയാണ് ആ തീപ്പൊരികൾ ചെയ്യുന്നത്. അതാണ് ഫൽ മൂരിയാത്തി കഥഹൻ. അത് വറ, എത്തവാറ, യുവാരി, റുഇയ എന്ന് പറയുന്നത്, റഅ എന്നൊക്കെ പറയുന്നത് ഈ ഫൽ മൂരിയാത്തി കഥഹൻ എന്ന് പറയുന്ന, വറ എന്ന് പറയുന്ന ആ 3 അക്ഷരങ്ങളിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതാണ് യുവാരി സൗഅത്ത് അഖീഹി എന്നൊക്കെ പറയില്ലേ, തന്റെ അഖിന്റെ സൗഅത്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. യുവാരി മറച്ചു വെക്കല്ല, യുവാരി അതാണ് കാണിച്ചു തരികയാണ്. അപ്പൊ ഫൽ മൂരിയ, ആ കഥഹൻ, അത് അങ്ങനത്തെ നമുക്കൊരു വൈജ്ഞാനികമായ, ചിന്താപരമായ ഒരു റുഇയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരുമ്പോൾ അത് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന തീപ്പൊരികളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ, അത് തീ കത്തി എന്ന് പറയല്ലേ നമ്മൾ സാധാരണ, അത് കത്തി. ഒരു കാര്യം മനസ്സിലാകുമ്പോഴാണ് അങ്ങനെ ഒരു പ്രയോഗമുണ്ട് എന്ന് പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഫൽ മുഗീറാത്ത്, തഗയ്യുറാത്താണ് ഉണ്ടാക്കുന്നത് നമ്മളിൽ. അത് അല്ലാതെ അതിരാവിലെ എണീറ്റ്, സുബഹിക്ക് എണീറ്റ് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്നുള്ള അർത്ഥത്തിനല്ല. മറിച്ച് ഫൽ മൂരിയാത്തി ഖദ്ഹൻ ഫൽ മുഗീറാത്തി സുബ്ഹൻ എന്ന് പറയുന്നത് നമ്മളിൽ ഒരു സുബ്ഹ്,
അങ്ങനെ നമ്മള് റുഇയ മഅരിഫിയ വൈജ്ഞാനികമായ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാവുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ തീപ്പൊരികൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആ ചിന്തകൾ എന്നാണ്, ആ സ്വഭാവങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്, തഗയീർ ഉണ്ടാക്കുകയാണ്. അതാണ് മുഗയ്യിറാത്ത്. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറഞ്ഞല്ലോ. ഒരു ഖൗമിനെയും അള്ളാഹു മാറ്റുകയില്ല അവരുടെ നഫ്സിനെ അവർ മാറ്റാതെ എന്ന് പറയണത്, എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ തഗയ്യുറാത്ത് ഉണ്ടാക്കുകയാണ് നമ്മളിൽ സുബ്ഹിലേക്ക്. ഒരു സുബ്ഹ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന സുബ്ഹാണത്, ഒരു മിസ്ബാഹാണ്, ഒരു വെളിച്ചം. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണല്ലോ, സുബ്ഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണല്ലോ. നമ്മുടെ ഉള്ളിൽ ഒരു വിജ്ഞാനത്തിന്റെ പ്രഭാതം, അത് പ്രഭാതത്തിലേക്ക് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണത്, സ്വഭാവങ്ങളാണത്, നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തഗയ്യുറാത്താണ്. അതാണ് ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറയുന്നത്. തഗയ്യിർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എവിടേക്ക്? ഒരു സുബ്ഹിലേക്ക്, ഒരു പ്രഭാതത്തിലേക്ക്. നമുക്കൊരു മിസ്ബാഹ് നമ്മുടെ ഉള്ളിൽ കത്തിച്ചു തരികയാണ്, വെളിച്ചം. ഇരുട്ട് നീങ്ങി വെളിച്ചം വരുമ്പോഴാണല്ലോ സുബ്ഹ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഇത് നമ്മളിൽ ഓരോരുത്തരിലും ഇത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കുന്നത്. നമ്മുടെ തഗയ്യുറു നുഫൂസുന എന്നാണ്. ഫതകൂനു ലനാ സുബ്ഹൻ ജദീദൻ എന്നാണ് അതിനെ എഴുതിയിട്ട്. അല്ലത്തി തഗയ്യുറു നുഫൂസന, നമ്മുടെ നഫ്സുകളിൽ തഗയ്യുർ ഉണ്ടാക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം ഫതകൂനു ലനാ സുബ്ഹൻ ജദീദൻ, ഒരു പുതിയ പ്രഭാതം നമുക്കുണ്ടായി തീരുകയാണ് ചെയ്യുന്നത്. വസൈറൻ നൽതമിസു ഫീഹി അലാമാത്തുൽ ഖുർആനിൽ കൗനി എന്നാണ് അതിന് വിശദീകരണം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു സുബ്ഹൻ ജദീദും വസൈറുൻ ജദീദ്, ഒരു പുതിയ വഴി, ഒരു പുതിയ പ്രഭാതം നമുക്ക് ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, അതാണ് ഖുർആനെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ രൂപത്തിലെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ്, അതാണ് ഓരോ വ്യക്തികളോടുമാണ് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെ മനസ്സിനോടുമാണ് ഈ മുസ്ഹഫ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് തഗയ്യുർ ഉണ്ടാക്കുക, ഫൽ മുഗീറാത്തി സുബ്ഹൻ എന്ന് പറയുന്നത്. അപ്പോ ആദിയാത്ത് എന്ന് പറയുന്നത് ഹദ്ദുകൾ വിട്ടുകിടക്കുന്ന മനുഷ്യന്റെ മനസ്സുകളാണ്. അത് അവനിൽ തലാശ, അവനിൽ നാശമാണ് ഉണ്ടാക്കുന്നത്, ഇരുട്ടാണ് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് ഫൽ മൂരിയാത്തി കദഹൻ, അവനില് ഒരു റുഇയ മഅരിഫിയ വൈജ്ഞാനികമായ ഒരു കാഴ്ചപ്പാട് അവനിലേക്ക് ഉണ്ടാകുമ്പോൾ അത്തരം ചിന്തകൾ അവനിൽ തീപ്പൊരികൾ ഉണ്ടാക്കുന്നു. അതവന് ഹിദായത്തിന്റെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫൽ മുഗീറാത്തി സുബ്ഹൻ എന്ന് പറയുന്നത് നമ്മുടെ നഫ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് അവന് വഴി കാണിച്ചു കൊടുക്കുന്നു. അവന് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഖുർആനുൽ കൗനി, ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാനും വായിക്കാനും അവന് വഴി ഉണ്ടാക്കുന്നു. ഒരു സുബ്ഹിലേക്ക്, ഒരു പുതിയ പ്രഭാതം അവനിൽ ഉണ്ടാക്കുക. അലൈസ സുബ്ഹു കരീബ് എന്ന് ലൂത്ത് ലൂത്തിനോട്, സുബ്ഹ് പ്രഭാതം വളരെ അടുത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ആ സുബ്ഹാണ്. മിസ്ബാഹ് എന്നുള്ളത് നമുക്കറിയാലോ. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ്. ഈ സബഹ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് മിസ്ബാഹ് ഉണ്ടാകുന്നത്, അതിൽ തന്നെയാണ് സുബ്ഹ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി ഫൽ മുഗീറാത്തി സുബ്ഹൻ ഫഅസർന ബിഹി ജംഅൻ ഫവസത്ന ബിഹി ജംഅൻ ഫഅസർന ബിഹി നക്അൻ ഫവസത്ന ബിഹി ജംഅ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളിൽ തഅ്സീർ ഉണ്ടാക്കുക. നമ്മളിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ തഅ്സീർ ഉണ്ടാക്കുന്നു.
അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും അസത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവുമായ തലത്തിലേക്ക് സമൂഹത്തിൽ എത്തിച്ചേരും. അതൊക്കെയാണ് എത്തിച്ചേരുന്ന മനസ്സുകളും ചിന്തകളും ഒക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ ആ രൂപത്തിലാണ് ഇനി കൂടുതൽ പിന്നീട് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ആദ്യത്തെ 2-3 വചനങ്ങളാണ് എൻ്റെ ഗുരു ചോദിച്ചിട്ടുള്ളത്. ഈ സൂചനയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.